Hi students, SLC IT Model Examile Inkscape ഭാഗത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻ നോക്കാം. Create an image in Inkscape software as shown in the model. Group the entire image. Save the image as SVG file in the exam10 folder in home with your register number _ question number as file name. അതിൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. മാതൃകയിലുള്ളതുപോലെ ഒരു ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. ചിത്രം മുഴുവനായും ഗ്രൂപ്പ് ചെയ്യുക. തയ്യാറാക്കിയ ചിത്രം ഹോമിലെ exam10 ഫോൾഡറിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ പേരിൽ SVG ഫയലായി സേവ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിന് ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ ആദ്യം ഒരു സർക്കിളാണ് വേണ്ടത്. സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഹാഫ് സർക്കിൾ താഴേക്കുള്ളതാണ് വേണ്ടത്. അപ്പം എന്ത് ചെയ്യുക, എൻഡ് എന്ന് കൊടുത്തിട്ട് 180 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്രീൻ കളർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു സർക്കിൾ ഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു സർക്കിൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിനായിട്ട് റൈറ്റ് ക്ലിക്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് എടുക്കുന്നു. അതിനൊരു കളർ കൊടുക്കുന്നു. അതിനുശേഷം കൺട്രോൾ പ്രസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഈ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ പിക്ചർ തന്നത് ആ ഗ്രീൻ കളർ, അതുപോലെ നമ്മൾ ഈ ഒരു സർക്കിളിനെ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് രണ്ടും സെലക്ട് ചെയ്തിട്ട് പാത്തിൽ ഡിഫറൻസ് കൊടുക്കുന്നു. അപ്പോൾ ഈ കളർ കുറച്ചും കൂടി ഒരു ഡാർക്ക് കളർ, അപ്പോൾ ഇങ്ങനെ ഒരു കളർ കൊടുത്തു. ഇനി ഒരു ഹാഫ് സർക്കിളും കൂടി നമ്മൾ ഡ്രോ ചെയ്യുകയാണ്. അതിനായിട്ട് വീണ്ടും 180 തന്നെയുള്ളത്, അതിൽ നമ്മളൊന്നും കൂടി സർക്കിൾ ഡ്രോ ചെയ്യുന്നു. ഒരു കളർ കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ ഒരു ഗ്രേഡിയൻറ്റ് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഗ്രേഡിയൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ തന്നിരിക്കുന്ന ഗ്രേഡിയൻറ്റ് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ ഇവിടെയുള്ള കളർ ഇവിടെ വൈറ്റും ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റെഡ് കളറിലേക്ക് പോകാം. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ റേഡിയൽ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുക, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇവിടേക്ക് കൊടുത്തു. ഇവിടെ വൈറ്റ് കൊടുക്കുക. അതിനുശേഷം അപ്പോൾ ഇതിൻ്റെ പിക്ചർ തന്നതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ചെറിയ സർക്കിളാണ്. സർക്കിൾ ടൂൾ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ഫുൾ സർക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഹാഫ് സർക്കിളാണുള്ളത്, അപ്പോൾ അത് ഫുൾ സർക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഫുൾ സർക്കിൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഇനി ജസ്റ്റ് ഇവിടെ ഒരു ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഷേപ്പിലുള്ളൊരു സർക്കിൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പിക്ചർ തന്നതുപോലെ സെറ്റ് ചെയ്യാം. എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു. വീണ്ടും എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഇപ്പോൾ ഏതാണ്ട് ആ പിക്ചർ തന്നതുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിതിനെ കൃത്യമായിട്ട് ഈ ഒരു ബോർഡറിനുള്ളിൽ വെക്കുകയാണെങ്കിൽ ആ SVG ഫോർമാറ്റിൽ നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തു. ഹോമിൽ exam10 നമുക്ക് വേണ്ട രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. _question number 1 കൊടുത്തു. .svg എന്നുള്ളത് സേവ് ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിയേറ്റ് ആൻ ഇമേജ് ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആസ് ഷോൺ ഇൻ ദ മോഡൽ. അപ്പോൾ ഇതുപോലെ ഒരു പിക്ചർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. ക്രിയേറ്റ് എ ഫ്രെയിം, ഇൻക്ലൂഡ് ദ ഇമേജ് scenery.png ഗീവൺ ഇൻ ദ images10 ഫോൾഡർ ഇൻ ഹോം, ഗ്രൂപ്പ് ദ എൻറ്റയർ ഇമേജ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഒരു സ്ക്വയർ ഡ്രോ ചെയ്യുന്നു. ആ സ്ക്വയറിൽ നമുക്ക് തന്നിരിക്കുന്ന കളർ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കളർ കൊടുത്ത് ഇതിനൊരു ബോർഡർ കൊടുക്കണം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുന്നു. ഇതിൽ നമ്മൾ സ്ട്രോക്ക് പെയിൻറ്റ് എന്നുള്ളിടത്ത് നമുക്കിവിടെ തന്നിരിക്കുന്ന കളർ മെറൂൺ കളറാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് നമ്മളൊരു മെറൂൺ കളർ സെലക്ട് ചെയ്യുന്നു. അത് സ്ട്രോക്ക് സ്റ്റൈലിലൊരു 7 കൊടുക്കാം. ഇപ്പോൾ ഒരു 7 കൊടുത്തു. പിക്ചറിലെ പോലെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എഡിറ്റിൽ റൈറ്റ് ക്ലിക്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഇനി ഇതിൻ്റെ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതിനെ ഒന്ന് ചെറുതാക്കുക.
അപ്പോൾ ഇതിന് വേണ്ടത് ഒരു ബ്ലാക്ക് ബോർഡറാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെയുള്ള ഈ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യാം. ആ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ നിന്ന് ബ്ലാക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ബ്ലാക്കിൽ സെലക്ട് ചെയ്ത് ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് പിക്ചറാണ്. അതിനായിട്ട് വീണ്ടും ഇതിൻ്റെ വിഡ്ത്ത് കുറച്ച് കുറയ്ക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ചൊരു 4 കൊടുക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഒരു പിക്ചറാണ്. അതിനായിട്ട് ഫയലിൽ ഇമ്പോർട്ട് കൊടുക്കുക. അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇമേജ് scenery.png ആണ്. അത് സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുത്തു. ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മളോട് ഇവിടെ പിക്ചർ തന്നതുപോലെ നമ്മളിതിനെ ഇവിടെ സെറ്റ് ചെയ്യാം. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ എല്ലാം കൂടി നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് ഈ ഒരു ഫ്രെയിമിനുള്ളിലാക്കി മാറ്റണം. അതിനായിട്ട് ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ റീസൈസ് പേജ് കണ്ടൻറ്റ് എന്നുള്ള കൊടുത്തു. ഇവിടെ റീസൈസ് പേജ് ടു ഡ്രോയിങ് സെലക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു പിക്ചർ ഈ ഒരു ഫ്രെയിമിനുള്ളിലായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒന്ന് സേവ് ചെയ്യാം. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഹോമിൽ exam10 ഇത് SVG ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, _question number 1 കൊടുക്കുക. സേവ് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, create an image in Inkscape software as shown in the model. Group the entire image. Save the image as SVG file in exam10 folder in home with your register number _question number as file name. അപ്പോൾ ഇതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ ഓപ്പൺ ചെയ്തു. ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് ഒരു സ്ക്വയർ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു സ്ക്വയർ ടൂൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ബോർഡർ നമുക്ക് ആവശ്യമില്ല. ബോർഡറിനെ പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇവിടെയുള്ള ഈ ഒരു ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് വേണ്ട കളർ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കളർ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഷേപ്പിൽ ഇതിനെ ആക്കി മാറ്റുക. ഇനി നമുക്ക് വേണ്ടതൊരു സർക്കിൾ ടൂളാണ്. അപ്പോൾ ഇവിടെ സർക്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ഇവിടെ ഡ്രോ ചെയ്യുക. അപ്പോൾ അതൊരു ബ്ലാക്ക് കളറിൽ കൊടുക്കുന്നു. ഇനി വേണ്ടത് ഒരു സ്ക്വയർ ടൂളാണ്. സ്ക്വയർ ടൂൾ സെലക്ട് ചെയ്ത് ഇവിടെ നമ്മൾ ഡ്രോ ചെയ്യുന്നു. അതിനെ നമുക്ക് അവിടെ വേണ്ട രീതിയിൽ പിക്ചർ തന്നതുപോലെ സെറ്റ് ചെയ്യുന്നു. നമുക്കിനി വേണ്ടത് ഇവിടെ ഒരു ഹാഫ് സർക്കിൾ പോലെയുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ഹാഫ് സർക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിൽ 180 എന്ന് കൊടുക്കുക. എൻ്റർ പ്രസ് ചെയ്തു. ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഒരു ഹാഫ് സർക്കിൾ ഡ്രോ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഇനി എഡിറ്റിൽ റൈറ്റ് ക്ലിക്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. അതിന് നമ്മൾ വേറൊരു കളർ കൊടുത്തു. അതിനുശേഷം കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ചെറുതാക്കുക. അപ്പോൾ നമുക്ക് വേണ്ടതുപോലെ അതിനെ ആക്കി മാറ്റിയിട്ട് നമ്മളിതിനെ പാത്തിൽ ഡിഫറൻസ് കൊടുക്കുക. ഇത് രണ്ടും സെലക്ട് ചെയ്തു പാത്തിൽ ഡിഫറൻസ് കൊടുക്കുന്നു. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇമേജിനെ നമുക്ക് വേണ്ട രീതിയിൽ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് തന്നതുപോലെ അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഫുള്ളായിട്ട് സെലക്ട് ചെയ്തു. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന SVG ഫയലായിട്ട് സേവ് ചെയ്യാനാണ്. അപ്പോൾ ഇതിനെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ ഇവിടെ റീസൈസ് പേജ് കണ്ടൻറ്റ് എന്നുള്ളത് കൊടുത്തു. റീസൈസ് പേജ് ടു ഡ്രോയിങ് സെലക്ഷൻ കൊടുക്കുക. ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ഫയലിൽ സേവ് ചെയ്യാം. ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഹോമിൽ exam10 നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. എന്താണോ നിങ്ങളെ രജിസ്റ്റർ നമ്പർ അത് കൊടുത്തു. _question number 1 കൊടുത്തു. സേവ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, താങ്ക് യു.